ജന്തുകശാസ്ത്രത്തിന്റെ പിതാവ് ആര്? മെൻഡല്. മെൻഡലോ? ആ മെൻഡലല്ല കേട്ടോ. നമുക്ക് ചിലർക്കൊക്കെ സായി പോപ്പിനൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ ഈ ഒരു പാട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മിക്കാവുന്ന ജികെയിലെ കുറച്ച് ഇന്ത്യ ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? BR അംബേദ്കർ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി ഹർഷവർദ്ധനത്തിന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? കനൗജ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കുക. അടുത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ് മുമ്പിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂറും 30 മിനിറ്റും മുന്നിലാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊരു ഹോംവർക്ക് പോലെ തരികയാണ്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? രാജാ റാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് രാജാ റാം മോഹൻ റോയിനെയാണ്. ഇനി മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. അപ്പോൾ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ജനറൽ സയൻസ് GK ക്വസ്റ്റ്യൻസ് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്, അതായത് സ്കിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ K. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും വരുന്നതിൽ 1-2 ഇത് കാണും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മെയിനായിട്ട് പഠിച്ചിരിക്കുക. ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഗ്രിഗർ മെൻഡൽ. മെൻഡലോ? ആ മെൻഡലല്ല കേട്ടോ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെ ഉള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. അതായത് കുറേ പാളികളുണ്ട് നമ്മളുടെ അന്തരീക്ഷത്തിൽ അല്ലേ? അതിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ മറക്കില്ല, കാരണം ഗ്രിഗർ മെൻഡൽ എന്നുള്ളതാണ്. ഇത് വല്ലാത്തൊരിതാണ് അല്ലെ? ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് ആര്? മെൻഡല്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്, ഇതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതും ഒരു ഹോംവർക്ക് രൂപത്തിൽ തരികയാണ്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. പഴശ്ശിരാജയെ പിടികൂടാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? ബാബർ. അപ്പോൾ ബാബർ എന്ന് പറയുന്ന ആളാണ് ഈ പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടി നേതൃത്വം നൽകിയത്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരുപാട് PSC എക്സാംസിൽ ചോദിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. വേറെ ഒന്നും നിങ്ങൾ ശരി ഉത്തരം എഴുതിയില്ലെങ്കിലും നമ്മൾക്ക് ഈ ഒരു ചോദ്യമൊക്കെ പ്രതീക്ഷിക്കാം, ഇതിന് ഉത്തരം എഴുതാം. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത വീഡിയോ വരുന്നതാണ്. അതിൽ നമ്മൾ LGSന്റെ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലേ ഇത് ഒരുപാട് പേരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ ടാറ്റാ.